സമയം എത്രേ? ഈ ചെറുക്കനെ ഇതൊന്നും കഴിക്കാൻ വേണ്ടേ? ബബ്ലേഷേ, ഡാ ബബ്ലേഷേ. ആ എന്താ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? അവിടെ ഇങ്ങനെ ഇരുന്നോ അട്ട പെറ്റന്തി. ആ ഞാനാ വരുന്നേ. ചെറുക്കൻ്റെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഊണൂല്ല ഉറക്കൂല. വേണം വന്ന് കഴിക്കാൻ നോക്കിക്കോ, ഞാൻ തന്നെ എടുത്തു വെക്കാൻ നോക്കാം. ഹേയ് ഞാൻ എന്താ വരാണേന്ന്? എവിടെ വരുന്നേ? എത്ര നേരമായി നിന്നെ കഴിക്കാൻ വിളിക്കണേ? ഇനി നിന്നെ ആനയ്ക്ക് ആനയമ്പാലും താലപ്പൊലിയും മറ്റേ വാദ്യമേളൊക്കെ വേണോ? ഷോ ഡാ വരുന്നേ, കഴിക്കാൻ തരോ? ആ കൈ കഴുകിയിരുന്നോ? തരമ്മ. അവിടെ നിന്റെ മുന്നിലല്ലേ പ്ലേറ്റ് ഇരിക്കുന്നത്. ഇന്ന് കറി എന്താണ്? ആ കറി ഇപ്പൊ തിളയ്ക്കുന്നേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ഇരിക്കേ. എന്നാ പിന്നെ ഇതൊക്കെ ആയിട്ട് കഴിക്കാൻ വിളിച്ചാ പോരെ? ചുമ്മാ ഭക്ഷണം കഴിക്കാനുള്ള മൂഡ് കളയാനായിട്ട്. ഒരു 5 മിനിറ്റ് നിന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ലേ? ഹോട്ടലിൽ പോയ മണിക്കൂറോളം ഇരിക്കണ കാണാലോ. എന്നിട്ടാ ശരി കൊണ്ടുവരൂ. ആ 5 മിനിറ്റ് വേഗം കൊണ്ടുവരാം. വേറത്തെ വിളിച്ചിട്ട് അമ്മ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അരമണിക്കൂറായിട്ടോ. ആണോ? ഇന്നൊരു 5 മിനിറ്റും കൂടെ. അതെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഭക്ഷണം എല്ലാം ആയതിനു ശേഷം കഴിക്കാൻ വിളിച്ചാൽ മതി. അതിനെന്താ പോടാ ആവാത്തെ? എന്നിട്ട് എവിടെ കറി? എവിടെ? ഒരു 5 മിനിറ്റ് ഇരിക്കാൻ വയ്യ നിനക്ക്? ആ കറിക്കുള്ള കഷ്ണങ്ങൾ ഞാനൊന്ന് അരിഞ്ഞ് തീർക്കട്ടെ. അപ്പൊ ഇതുവരെയ്ക്കും ഒന്നും അരിഞ്ഞു തീർന്നിട്ടില്ലേ? നേരത്തെ അല്ലേ ഒന്ന് തിളച്ചാ മതി എന്ന് പറഞ്ഞ്. തിളക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കേ, ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു അമ്മ? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. ദിസ് ഈസ് പെർഫെക്ഷൻ. ഇത് പെർഫെക്ഷൻ അല്ല, പെറ്റിഫിക്കേഷനാ. പോലെടാ അധികം ചെറിയല്ലേ. ഇവിടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 1.5 മണിക്കൂറായി ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അരമണിക്കൂർ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നീ. അപ്പൊ ചോറുമായിട്ടില്ലേ? അമ്മയ്ക്ക് നല്ല രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ആണല്ലേ? ഒരു 5 മിനിറ്റ് ഇരിക്കേ, ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാം. ആ 5 മിനിറ്റിന്റെ വണ്ടി ഇനി ഒരു 50 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മതി. പക്ഷിക്ക് പോങ്.